കഥ അടച്ചിരിക്കുന്നു. വായിച്ചു. പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു. ഡോർ ഈസ് ക്ലോസ്ഡ്. മക്കളുടെ അവകാശം അടച്ച് ഭദ്രമാക്കിയിരിക്കുന്നു. മക്കളുടെ അവകാശത്തിൽ നിന്ന് എടുത്തു തരാൻ നിർവാഹമില്ല. മക്കൾക്കുള്ളത് മക്കൾ, കർത്താവേ സ്തോത്രം. ആ മക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പൈതങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നു. പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു. പൈതങ്ങൾ എൻ്റെ കൂടെ. അപ്പ എന്നെ മാറ്റിക്കിടത്താതെ, മാറ്റിക്കിടത്തിയ എനിക്ക് പേടിയാ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ കിടത്തി അവരെ വളർത്തുന്നത്. താങ്ക് യു ജീസസ്. വാട്ട് എ റിലേഷൻഷിപ്പ് ഈസ് ദിസ്. അവൻ എൻ്റെ രക്തമാ, എന്നിൽ നിന്ന് ഉണ്ടായതാ. എൻ്റെ മാറിൻ്റെ ചൂടടിക്കാതെ, ഈ നെഞ്ചിലെ സ്പന്ദനം അനുഭവിക്കാതെ എൻ്റെ കുഞ്ഞിന് ഉറങ്ങാൻ പറ്റുകയില്ല. ഇവൻ ഇവിടെ ഉറങ്ങുമ്പോഴും ഞാൻ ഇവന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവനൊരു ആശ്രയത്തിലാണ് ഉറങ്ങുന്നത്. ഹല്ലേലൂയ. നാളെ ഇവൻ അപ്പത്തിന് മുട്ടു വന്നാൽ ഞാനാ ഉത്തരവാദി. കാരണം ഇവൻ എൻ്റെ മാറിൽ കിടന്നുറങ്ങുക. മക്കൾ യാചിക്കുന്നുവെന്നല്ല, മക്കൾ മുട്ടുന്നുവെന്നല്ല, മക്കൾ അന്വേഷിക്കുന്നുവെന്നല്ല, മക്കൾ അപ്പൻ്റെ മാറിൽ കിടന്നുറങ്ങുന്നു. കം ലെറ്റ് us enter into the rest of the Father. പിതാവിൻ്റെ വിശ്രമത്തിലേക്ക് നമുക്ക് കയറാം. റിയൽ പ്രയർ ഈസ് റെസ്റ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ദി ഫാദർ. യഥാർത്ഥ പ്രാർത്ഥന പിതാവിൻ്റെ സ്വസ്ഥതയിൽ വിശ്രമം കണ്ടെത്തുന്നതാണ്. ഓഫ് മൈ ജീസസ്. ഇത് കണ്ടു കഴിഞ്ഞപ്പം എന്നെ ആകെ കർത്താവ് പണിയാനിടയായി. മോനെ, നീ എന്താ ചിന്തിക്കും? നീ മുട്ടി തുറന്നതാന്നോ? നോ. മുട്ടാൻ പോലും നിനക്ക് അവസരം ഉണ്ടാക്കത്തില്ല. മുട്ടാൻ പോലും നിനക്ക് അവസരം ഉണ്ടാക്കി തരത്തില്ല. അന്വേഷിക്കാൻ പോലും നിനക്ക് അവസരം ഉണ്ടാക്കി തരത്തില്ല. ഈ പിതാവിനെ ഒന്ന് കണ്ടേ. ഹല്ലേലൂയ. മുട്ടാൻ പോലും എനിക്ക് എൻ്റെ മകൻ ഒരിടത്തും പോയി മുട്ടണ്ട. അവന് വേണ്ടി ഞാൻ മുട്ടിയിരിക്കുന്നു. അവന് വേണ്ടി അവന് വേണ്ടി ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ സ്വസ്ഥത വിശ്രമിക്കാൻ ഞാൻ അവനെ വിളിച്ചിരിക്കുന്നു. താങ്ക് യു ജീസസ്. നിങ്ങളെ വാക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കും. മക്കൾ എൻ്റെ കൂടെ കിടക്കുന്നു. മക്കളുടെ അവകാശത്തിൽ നിന്ന് എടുത്ത് തരാൻ വയ്യ. നിങ്ങൾക്ക് യാചിക്കുന്നവന് ഞാൻ കൊടുക്കും. ബന്ധത്തിൻ്റെ പുറത്തല്ല, ശല്യത്തിൻ്റെ പുറത്താണെങ്കിലും ഞാൻ കൊടുക്കും. അതിൻ്റെ അർത്ഥം ഇന്ന് യാചിച്ച് കിട്ടി നാളെ യാചിച്ച് തുടരണമെന്നല്ല. നാളെ ഈ മകൻ തിരിച്ചറിയണം, യാചിച്ചുകൊണ്ടല്ല കിട്ടിയേ, ബന്ധത്തിൻ്റെ പുറത്താണ് ഇത് കിട്ടിയത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? നാളെ ഇവൻ വീട്ടിൽ കയറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പിതാവിൻ്റെ ഭവനത്തിലേക്ക് വിളിക്കുന്നു. ഒന്ന് പറഞ്ഞേ, പിതാവിൻ്റെ ഭവനത്തിലേക്ക് വിളിക്കുന്നു. അപ്പോൾ വീടിനകത്ത് ഇവിടെ അപ്പമുള്ളത് പിതാവായ ദൈവമാണെങ്കിൽ ഈ പുറത്ത് മുട്ടിയവരാരും വീടിനകത്തുള്ളവരല്ല. അവരാരും കുടുംബത്തിനകത്തുള്ളവരല്ല. അവരവകാശം കിട്ടുമോ എന്ന് ചിന്തിക്കുന്നവരാ. അവകാശത്തിൽ ജനിച്ചവരല്ല. ഹല്ലേലൂയ. ഇവരെല്ലാം ഈ മനുഷ്യൻ യാചിക്കുന്നവനാ, ഈ മനുഷ്യൻ ചോദിക്കുന്നവനാ, ഇദ്ദേഹം അന്വേഷിക്കുന്നവനാ. ഇവർക്കാർക്കും ഉറപ്പില്ല ഞാൻ ജനിച്ചിരിക്കുന്നത് അവകാശത്തിലാണ്. ഹല്ലേലൂയ. എൻ്റെ കാര്യം നോക്കാൻ എൻ്റെ അപ്പൻ മതിയായവനാന്നുള്ള ഉറപ്പില്ല. തൊട്ടടുത്ത വാക്യത്തിൽ പറയുക, ചോദിക്കുമ്പോഴാ നീ കൊടുത്തേ. ആ ചോദിക്കുന്ന നിന്നെ ഞാൻ ചോദിക്കുമ്പോൾ കൊടുത്ത നിന്നെ ഞാൻ ദോഷി എന്ന് വിളിച്ചിരിക്കുന്നു. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം ഒന്ന് വിശ്വാസത്തല വചനത്തെ ഒന്ന് സ്വീകരിച്ചേ മക്കളെ, ഒന്ന് സ്വീകരിച്ചേ. ഇന്ന് പിതാവിൻ്റെ കൂടെ ആ സ്വസ്ഥതയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു. എൻ്റെ കൂടെ ആ സ്വസ്ഥതയിലേക്ക് നിങ്ങളൊന്ന് വാ എന്ന് പറഞ്ഞ് കർത്താവ് നമ്മളെ വിളിക്കുന്നു. മക്കളുടെ അവകാശം ഭദ്രമാണ്. പിതാവ് പറയുന്നു, എന്നെ ശല്യപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു. കുട്ടികളുടെ അവകാശത്തെ നിന്ന് പകുത്തു തരാൻ നിർവാഹമില്ല. കുട്ടികൾക്കുള്ളത് മാത്രമാണ്. ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് കൊടുത്തു. അത് ബന്ധത്തിന്റെ പുറത്ത് കൊടുത്തതല്ല, അവിടെ അത് എഴുതുന്നുണ്ട്. സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ല. സ്നേഹിതൻ എന്ന റിലേഷൻഷിപ്പിൽ കൊടുക്കത്തില്ല. എങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന്. ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കുമായിരുന്നു അന്ന്. കാരണം എന്നാന്നറിയോ? അവർക്കാർക്കും കിട്ടുമെന്ന് ഉറപ്പില്ലായിരുന്നു. എന്നാൽ നിങ്ങൾക്കും എനിക്കും കിട്ടുമെന്ന് ഉറപ്പുണ്ട്. എന്നാ കാര്യം? നിങ്ങൾക്കും എനിക്ക് ഇനി കിട്ടേണ്ടതല്ല, നിങ്ങൾ കുടുംബത്തിൽ പറഞ്ഞവരാണ്.
അവകാശം. അടുത്തിരിക്കുന്ന ആളുടെ കരം പേടിച്ച് കൂലിക്ക് പറ, നീ അവകാശത്തിൽ ജനിച്ചവനാ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, അവകാശത്തിൽ ജനിച്ചിരിക്കുന്നയാളാ. ഹല്ലേലൂയ. വീണ്ടും ജനിച്ച്, പല ആൾക്കാരുടെ ഉള്ളിലെ കൺഫ്യൂഷൻ അത്, വീണ്ടും ജനിച്ച് 8 വർഷം കഴിയുമ്പോൾ എനിക്ക് അവകാശം കിട്ടും. നോ. അങ്ങനെയാണോ? ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ അപ്പൻ്റെ കുടുംബത്തിൽ മകനായി, പുത്രനായി ജനിച്ചപ്പോഴേ അപ്പൻ്റേതിൻ്റെ അവകാശിയായി മാറുമായിരുന്നോ, അതോ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവകാശിയായി മാറുമായിരുന്നോ? ഒരുപക്ഷെ അപ്പൻ്റെ അവകാശിയാണെന്നുള്ള പക്വതയിലേക്ക് നിങ്ങൾ വളരാൻ സമയമെടുത്ത് കാണും. പക്ഷേ അവകാശം അന്നേ കിട്ടിയതാ, ജന്മന. മക്കളെങ്കിലോ, അറിയാവുന്ന വാക്യം ഉറക്കെ പറ, മക്കളെങ്കിലോ. മക്കളെങ്കിലോ അവതാര്യം കൈപ്പറ്റുന്നവരല്ല, അവകാശത്തെ സ്വീകരിക്കുന്നവരാ. ഓ ഹല്ലേലൂയ. കർത്താവേ, അപ്പൊ അങ്ങ് ആഗ്രഹിക്കുന്നത് ഞാൻ മുട്ടാനല്ലേ? കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്നത് ഞാൻ യാചിക്കാനല്ലേ? കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്നത് ഞാൻ അന്വേഷിക്കാനല്ലേ? നോ മോനെ, യു ആർ മൈ ബിലൗഡ് സൺ. നീ എൻ്റെ വിലപ്പെട്ട മകനാ, നീ എൻ്റെ പ്രിയ മകനാ. കർത്താവ് ആരോടൊക്കെയോ പറയുന്നു, നീ എൻ്റെ പ്രിയ മകളാ, നിന്നെ ഞാൻ യാചിക്കാൻ വിട്ടുകൊടുക്കത്തില്ല. ഓ ഹല്ലേലൂയ. ഇനി ഇതിന് ഒരു ഭാഗം കൂടെ നമുക്കൊന്ന് താഴേക്ക് ഇറങ്ങി ചിന്തിച്ചാൽ നമുക്കിതിൻ്റെ ആഴം ഒന്നുകൂടെ ഒന്ന് പിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, 13-ാമത്തെ വാക്യം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു. അതാ ചിന്ത. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു. ശരിയല്ലേ? ബൈബിളിൻ്റെ സ്റ്റാൻഡേർഡ് എനിക്ക് മനസ്സിലാകാത്ത. അപ്പം ചോദിച്ചപ്പോൾ അപ്പം തന്നെ അപ്പം കൊടുത്ത അപ്പനെ ദോഷി എന്ന് വിളിച്ചിരിക്കുക. അപ്പം ഈ അപ്പനാരാ? അപ്പം കൊടുക്കുന്ന അപ്പൻ നല്ല അപ്പനല്ലേ? ചോദിച്ചിട്ടാണെങ്കിൽ പോലും ചിന്തിച്ചു നോക്കി. കൊടുത്തില്ലേ? അപ്പൻ ചോദിച്ചപ്പോൾ അപ്പം കൊടുത്ത അപ്പനെ, മീൻ ചോദിച്ചപ്പോൾ മീൻ കൊടുത്ത അപ്പനെ നമ്മളെന്താ വിളിക്കുന്നത്? നല്ല അപ്പൻ, നല്ല അപ്പൻ. മീൻ വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മീൻ മേടിച്ച് കൊടുത്തല്ലോ, മുട്ട വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മുട്ട മേടിച്ച് കൊടുത്തല്ലോ, അപ്പം വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പം മേടിച്ച് കൊടുത്തല്ലോ അപ്പാച്ചി. ഇത് എല്ലാം ചെയ്തല്ലോ എന്ന് നമ്മൾ പറയുക. പക്ഷെ വചനം വിളിക്കുക, ദോഷികളായ നിങ്ങൾ. എടാ, ഞാനെങ്ങനെയാ ദോഷിയായി? എടാ, അപ്പം കൊടുത്ത ഞാൻ നല്ല ആളാന്ന് പറഞ്ഞ് കോളറെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ എന്നോട് പറയുക നീ ദോഷിയാന്ന്. എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം? മിസ്റ്റർ അപ്പൻ, താങ്കൾ അപ്പൻ കൊടുത്തത് ചോദിച്ചപ്പോഴല്ലേ, പക്ഷെ ഞാനേ ചിന്തിക്കുമ്പോഴേ കൊടുക്കും. നിങ്ങളുടെ മകൻ അപ്പം തിന്നണമെന്ന് ചിന്തിക്കുമ്പോഴേ. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എനിക്കിന്നിവിടെ കാണാൻ ആഗ്രഹം അപ്പം അന്വേഷിച്ച് നടക്കുന്നവരെ ഒന്നുമല്ല. എനിക്കിന്നിവിടെ കാണാൻ ആഗ്രഹം അപ്പൻ്റെ മാറിൽ കിടന്നുറങ്ങുന്ന ആ മക്കളെയാ. അവരോട് ചോദിച്ചു നോക്കാം, അവർക്ക് യാചന അറിയത്തില്ല. നിങ്ങളവരെ യാചന പഠിപ്പിക്കരുത് ദയവേത്. അവർക്ക് യാചന അറിയത്തില്ല. അവർ ദൈവത്തോട് പറയുന്നത്, കർത്താവേ എൻ്റെ കണ്ണുനീര് തുരുത്തി സൂക്ഷിച്ചു വെച്ച് മറുപടി തരണേന്നല്ല. കാരണം അവർക്ക് കണ്ണുനീര് ഒഴുക്കി പ്രസാദിപ്പിക്കേണ്ട ഗതികേടില്ല. കർത്താവേ എൻ്റെ കൗൾ ഒട്ടിയത് കാണണമേ എന്ന് പറയേണ്ട ഗതികേട് അവർക്കില്ല. കാരണം നിങ്ങളുടെ കുഞ്ഞ് ഒന്ന് ചിന്തിച്ചു നോക്കി, കവിളൊട്ടി, കണ്ണുകുഴിഞ്ഞ്, വയറൊട്ടി, വയറ് നട്ടലിനോട് ചേർന്നിരിക്കുന്ന കണ്ടിട്ടാണോ നിങ്ങൾ ദാനം കൊടുക്കുന്നത്? അതോ എൻ്റെ പൊന്നെ, എൻ്റെ കുഞ്ഞ് ഒരു ദിവസം ആഹാരം കഴിക്കാതെ കിടന്നുറങ്ങിയാൽ എനിക്ക് സഹിക്കത്തില്ല, വലവിധനെ എന്നെ കുത്തി എഴുന്നേപ്പിച്ച് ആഹാരം കൊടുക്കാൻ നോക്കും. എന്നാ കാര്യം? ഇതൊരു ബന്ധമാണ് പൊന്നെ, അതെൻ്റെ രക്തത്തിൽ നിന്നുണ്ടായതാ, അതെൻ്റെ രക്തത്തിൽ നിന്നുണ്ടായതാ. അതിൻ്റെ വിഷയം എൻ്റെ വിഷയം. ഇന്ന് അത് തന്നെയാണ് ഇവിടെ കർത്താവ് പറയുന്നത്. ഇവളുടെ വിഷയമല്ല, എൻ്റെ വിഷയമാണ്. ഇവൻ്റെ വിഷയമല്ല, എൻ്റെ വിഷയമാണ്. താങ്കളുടെ വിഷയമല്ല, എൻ്റെ വിഷയമാണ്. അപ്പൊ കർത്താവേ, മനസ്സിലാകുന്നില്ല അങ്ങ് ആഗ്രഹിക്കുന്ന എന്താ? ഇവിടെ പറവയോട് എനിക്ക് ഇത്രയും വിശ്വസ്തതയുണ്ടെങ്കിൽ, പൂവിനോട് എനിക്ക് ഇത്രയും വിശ്വസ്തതയുണ്ടെങ്കിൽ, താമരയോട് എനിക്ക് ഇത്രയും വിശ്വസ്തതയുണ്ടെങ്കിൽ, ഞാൻ ജനിപ്പിച്ച എനിക്ക് നിന്നോട് എത്രയധികം വിശ്വസ്തതയുണ്ടാകും. അപ്പൊ കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന എന്താ? ഞാൻ കരുതാൻ മതിയായവനാണ് എന്ന ഉറപ്പിൽ എന്നിൽ വിശ്രമിക്കാമോ? അതാണ് റിയൽ പ്രയർ. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ഇതാണ്. എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനാണെന്നുള്ള ഉറപ്പിൽ
നിസ്സംശയം വിശ്വാസ സൗധത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിൽ ഉയർന്നു നിന്ന് ഇല്ല ഒരു സംശയത്തിനും ഈ സമയത്ത് എൻ്റെ മേൽ പ്രവേശിക്കാൻ സാധ്യതയില്ല, എൻ്റെ കർത്താവ് എനിക്ക് മതിയായവനാണ് എന്ന് നിങ്ങൾ പറയുന്ന ആ വാക്ക്, അത് മാത്രമേ ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. എത്ര പേര് ആമേൻ പറയും? എത്ര പേര് കർത്താവിനെ സ്തുതിക്കും? ഒരു വാക്യത്തിലോട്ടും കൂടെ നിങ്ങളൊന്ന് വന്നേ. പെട്ടെന്ന് ലൂക്കോസിൽ തന്നെ നമ്മൾ ഒരു വാക്യം കൂടെ ഒന്ന് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, 11-ാം അധ്യായത്തിൻ്റെ തന്നെ നമ്മൾ ഒരു വാക്യം കൂടെ ശ്രദ്ധിച്ചാട്ടെ. 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് തന്നെയുള്ളൊരു വാക്യമാണ്. 11-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ദയവായിട്ട് ആ 3-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. തരണമേ, തരണമേ. അപേക്ഷയാ അല്ലേ? തരണമേ, യാചനയാ അല്ലേ? യാചന എന്നുള്ള പദം മലയാളത്തിൽ, യാചിക്കുക എന്നുള്ള പദം മലയാളത്തിലേ ഉള്ളൂ. ഇംഗ്ലീഷിൽ ആസ്ക് എന്ന, വെൻ യു ആസ്ക്, ചോദിക്കുക എന്ന ആശയമാണ്. ഈ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കകത്ത് കാണുന്ന ഓരോന്ന് നോക്കി. ദിനം പ്രതിയുള്ള ആഹാരം തരണമേ, ക്ഷമിക്കണമേ. 4-ാമത്തെ വാക്യം, ക്ഷമിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് കടംപെട്ടിരിക്കുന്ന ഏവരോടും ഞങ്ങൾ ക്ഷമിക്കുന്നു. പരീക്ഷയിൽ കടത്തരുതേ. ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഇതിന്റെ എല്ലാം ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത് വിടുവിക്കണമേ, ക്ഷമിക്കണമേ, തരണമേ, പരീക്ഷയിൽ ഉൾപ്പെടുത്തരുതേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അപ്പൊ നോക്കി, ഇതിനകത്തൊരു വലിയൊരു രഹസ്യം ഇവിടുന്ന് പിടിക്കാനുണ്ട്. ഈ റിക്വസ്റ്റ് എന്നാണ് സപ്ലൈ ആയി മാറിയത്. യേശു പഠിപ്പിക്കുമ്പോഴും പറയുന്നുണ്ട് വരണമേ, തരണമേ, കിട്ടണമേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ യേശു ഒരു കാര്യം കൂടി അവസാനം പറയുന്നുണ്ട്, അങ്ങയുടെ രാജ്യം വരണമേ. ഒന്ന് വായിച്ച വാക്ക്, അങ്ങയുടെ നിന്റെ രാജ്യം വരണമേ. എന്നാ നിന്റെ രാജ്യം വന്നാലുള്ള ഗുണം? അടുത്ത വാക്ക്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അവിടെ അത് കിടക്കുന്നേ. നിന്റെ രാജ്യം വന്നാൽ നിന്റെ ഇഷ്ടം വരും. കാരണം നിന്റെ രാജ്യത്തിലാണ് നിന്റെ ഇഷ്ടം നടക്കുന്നേ. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അപ്പൊ ഈ സമയത്ത് എന്തു വന്നിട്ടില്ല? രാജ്യം വന്നിട്ടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ടാണ് യേശു പറഞ്ഞേ രാജ്യം വരണമേ. രാജ്യം വന്നാൽ കളി മാറും. സ്വർഗത്തിൽ എങ്ങനെയോ അങ്ങനെ ഭൂമിയിലാകും. സ്വർഗത്ത് യാചനയില്ല. ഹലോ, സ്വർഗത്ത് യാചനയില്ല. കാരണം സ്വർഗത്തെ യാചിക്കേണ്ട ആവശ്യമില്ല. അപ്പന്റെ കൂടെയാ. അവിടെ പിതാവിന്റെ കൂടെയുള്ള വിശ്രമമാണ്. ഒന്ന് പറഞ്ഞേ ആമേൻ. ആ രാജ്യം വരുന്നതോടെ അവസ്ഥ മാറും. കുറച്ചുകൂടി ഒന്ന് ചേർത്ത് പിടിച്ചാൽ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ രാജ്യത്തോട് ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞ 3 പദം, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ കർത്താവ് പറയുമ്പം ശിഷ്യന്മാരെ ചിലരെ നോക്കിയിട്ട് പറയുന്നു, ദൈവാത്മാവിനാൽ ഭൂതങ്ങൾ പുറത്താക്കപ്പെടുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. വരണമേ എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. പിന്നെ ശിഷ്യന്മാരെ നോക്കി യേശു പറയുന്നു, ദൈവരാജ്യം അതിന്റെ ശക്തിയോടെ വരുന്നത് വരെ മരണം ആസ്വദിക്കാത്ത ചിലര് ഇവിടെ നിൽക്കുന്നു. നോക്കിയേ, ലൂക്കോസിൽ തുടങ്ങുമ്പം രാജ്യം വരണമേ, വരാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ, അല്ലെങ്കിൽ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പം ആശയം കുറച്ചുകൂടെ തുറക്കുന്നു, അങ്ങയുടെ നമ്മുടെ ഇടയിലുണ്ട്. യോഹന്നാൻ പറഞ്ഞു തുടങ്ങും, പറഞ്ഞ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അവിടെ തൊട്ട് ആശയത്തെ എടുത്തു, ദൈവരാജ്യം എത്തിയിട്ടില്ല, സമീപിച്ചിരിക്കുന്നു. ഓക്കെ, യേശു പറഞ്ഞു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ യേശു പറയുന്നു, ശിഷ്യന്മാർ പലരോട് പറയുന്നു, ദൈവരാജ്യം അതിന്റെ മഹാശക്തിയോടെ വരുന്നത് വരെ മരണം ആസ്വദിക്കാത്ത ചിലർ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് വന്നിട്ടുണ്ട്? ദൈവരാജ്യം വന്നിട്ടുണ്ട്. ദൈവരാജ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇനി ദൈവരാജ്യത്തിൽ എങ്ങനെയോ അങ്ങനെ തന്നെ. ആർക്ക്? ദൈവരാജ്യത്തിൽ കയറിയവർക്ക്. പുറത്തുള്ളവർക്കോ? പുറത്തുള്ളവർക്ക് പണ്ടത്തെ പോലെ തന്നെയാ. അകത്ത് കയറിയവർക്കോ വേറെ ഒരു ലൈഫ് സ്റ്റൈലാ. കരവണ്ടിച്ചോന്ന് യേശുവിന് മഹത്വം കൊടുത്തോ. ഹെവൻലി സ്റ്റാൻഡേർഡിലുള്ള ലൈഫ് അകത്തുള്ളവർക്ക് തുടങ്ങി. കാരണം അവർ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു. ഈ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളിനോടുള്ള ബന്ധത്തിലാണ് യേശു പറയുന്നത്, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോന്നിന്റെ പുറകെ പോകണമെന്നല്ല പറഞ്ഞത്, അതോടുകൂടെ ഇതൊക്കെയും. കരമടിച്ചൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത്. നിങ്ങൾ ഇതിനു വേണ്ടി യാചിക്കണം എന്നല്ല,
നിങ്ങൾ രാജ്യത്തിൽ കയറിക്കോ, ബാക്കി നിങ്ങളുടെ പുറകെ വരൂ എന്നാ പറഞ്ഞേ. ഓ, നന്ദി പറഞ്ഞോ, നന്ദി പറഞ്ഞോ, നന്ദി പറഞ്ഞോ. ഇന്ന് ആ രാജ്യത്ത് കയറിയവരെ, ഈ രാജ്യത്തിനകത്തുള്ളതല്ല യാചന, ഈ രാജ്യത്തിനകത്തുള്ളതല്ല മുട്ടൽ. നിങ്ങൾ മുട്ടു എന്നല്ല പറഞ്ഞേ, നിങ്ങളുടെ പുറകെ വന്ന് നിങ്ങളെ മുട്ടു എന്നാ പറഞ്ഞേ. മുമ്പേ അവന്റെ ഓർമ്മയില്ലേ വാക്ക്, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ സകലതും ഇതൊക്കെയും. You are seeking the kingdom of God, then you are entering into the kingdom of God, then here it starts the heavenly standard. നിങ്ങൾ സ്വർഗരാജ്യം അന്വേഷിക്കുന്നു, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കയറുന്നു, സ്വർഗരാജ്യത്തിന്റെ നിലവാരം നിങ്ങളിൽ തുടങ്ങുന്നു. സ്വർഗരാജ്യത്തിന് പുറത്തുള്ളവരുടെ നിലവാരം എന്താ? ജാതികളെ പോലെ ജൽപ്പനം ചെയ്തുകൊണ്ടിരിക്കുക, വെയിൻ റെപ്യൂട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുക, വ്യർത്ഥലാപനം നടത്തിക്കൊണ്ടിരിക്കുക, വീണ്ടും വീണ്ടും ഒരേ കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ ആകല്ല്, ജാതികളെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അങ്ങനെ അല്ല നിങ്ങൾ പ്രാർത്ഥിക്കണ്ടേ. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് അവർ ചിന്തിക്കുന്നേ, പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ല ചിന്തിക്കണ്ടേ. അതല്ല ഇവിടുത്തെ വിഷയം. അതിഭാഷണത്താൽ അല്ല ഉത്തരം കിട്ടുന്നേ, ബന്ധത്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ലഭിക്കേണ്ടവരല്ല, നിങ്ങൾ ലഭിച്ചവരാ. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തേ. എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? ഇപ്പോൾ ഞാൻ ദൈവരാജ്യത്തിലായി. യേശു പറയുന്നു, ദൈവരാജ്യം വരണമേ. വരണമേ എന്ന പ്രാർത്ഥന, മേ എന്ന കരച്ചിലിന്റെ അവസാനം ഇവിടം കൊണ്ട് തീരുകയാണ്. അന്നു വേണ്ടിയുള്ള ആഹാരം തരണമേ. ഇനി ആഹാരം നിന്നെ അന്വേഷിച്ച് വരുമെന്നാ പറഞ്ഞേ. ഇതൊക്കെയും കൂട്ടിച്ചേർക്കപ്പെടും. എന്തൊക്കെ വേണോ അതൊക്കെ നിന്റെ പുറകെ വരുമെന്നാ പറഞ്ഞേ. കർത്താവ് എനിക്ക് ആഹാരം തരണമേ എന്ന് ഞാൻ അപേക്ഷിക്കണമെന്നല്ല പറഞ്ഞേ, ആഹാരം നിന്നെ അന്വേഷിച്ച് വരുമെന്നാ പറഞ്ഞേ. ഓ, എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്ന അറിയില്ല. കാരണം രാജ്യത്തിനകത്ത് യാചനയല്ല, രാജ്യത്തിനകത്ത് നിങ്ങൾ ദാസന്മാരല്ല, നിങ്ങൾ രാജാവിന്റെ പുത്രന്മാരാ, രാജകുമാരന്മാരാ. യാജകുമാരന്മാർ മുട്ടിക്കൊണ്ടിരിക്കൂ. ഹല്ലേലൂയ. രാജ്യത്തിനകത്ത് കയറുന്നിടം വരെ യാചിക്കുന്നവരാ നിങ്ങൾ. പക്ഷെ രാജ്യത്തിനകത്ത് കയറി കഴിയുമ്പോൾ, എൻ്റെ അപ്പൻ രാജാവാണെങ്കിൽ, ആ രാജാവിൻ്റെ മോനാ ഞാനെങ്കിൽ, മുട്ടുന്നെങ്കിൽ, ഇന്ന് മുട്ടുന്നെങ്കിൽ എന്നെ പോലെ തിരിച്ചറിവില്ലാത്ത വേറെ ആരുണ്ടപ്പ? ഇവിടെയാ തുടങ്ങുന്നത്, ഇവിടെയാ പരിജ്ഞാനം തുടങ്ങുന്നത്. കർത്താവ് പറയുക, ഈ രാജ്യത്തിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ യാചനയില്ല, ഇതിനകത്ത് സപ്ലൈ ഉള്ളൂ. തിങ്സ് നീഡഡ് ടു ബി ആർഡഡ് വിൽ ബി ആർഡഡ് അൺടു യു. നോ നീഡ് ടു ഗോ ആഫ്റ്റർ, ഇറ്റ് വിൽ കം ആഫ്റ്റർ യു. നിന്റെ പുറകെ അത് വരും. കാരണം അത് ഈ രാജ്യത്തിന്റെ സ്വഭാവമാണ്. നീ അതിന്റെ പുറകെ പോണ്ട. എന്നൊക്കെയാ വേണ്ടേ? ഇതൊക്കെയും എന്ന് പറഞ്ഞ് രണ്ട് കാര്യം അവിടെ, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും. പറഞ്ഞാട്ടെ, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും. ഉറക്കെ പറ. ആത്മീയത്തിനും ഭൗതികത്തിനും വേണ്ടിയതൊക്കെയും. ഉറക്കെ പറഞ്ഞേ, ആത്മീയത്തിനും ഭൗതികത്തിനും വേണ്ടിയതൊക്കെയും. കർത്താവേ, അപ്പൊ ഭൗതികത്തിന് വേണ്ടി ഇന്ന് യാചിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? നോ. യാചന കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ നാ മോനെ, മുട്ടല് വരുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ നാ മോനെ. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നിന്നിൽ ഞാൻ ഒരു റെസ്റ്റ് അനുവദിച്ചിരിക്കുകയാണ്. എന്നിൽ അങ്ങ് വിശ്രമിച്ചോ, നിന്റെ പുറകെ വരും. നിന്റെ ഒന്ന് വിശ്വാസത്താൽ കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞോ. നിങ്ങളെ അന്വേഷിച്ചു വരും. ഇന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ ചോദിച്ചിട്ട് കാണാത്തത്, നിങ്ങൾ മുട്ടിയിട്ട് തുറക്കാത്തത്, നിങ്ങൾ യാചിച്ചിട്ട് വരാത്തത്, കൊല്ലങ്ങളായി പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തത്. അയ്യോ, ഈ പ്രിൻസിപ്പിൾ അങ്ങോട്ട് നിറയുമ്പോൾ തന്നെ, ഈ പരിജ്ഞാനം അങ്ങ് നിറയുമ്പോൾ തന്നെ, ഞാൻ മകനാ, ഞാൻ പുറത്ത് കിടന്ന് മുട്ടേണ്ടവനല്ല, ഞാൻ അന്വേഷിക്കേണ്ടവനല്ല. കാരണം ഞാൻ അപ്പൻ്റെ മോനാ, ഞാൻ ഇതിനകത്ത് ജനിച്ചവനാ, ഞാൻ അവകാശത്തിൽ ജനിച്ചവനാ. ഓ, ഒന്ന് മിണ്ടിക്കേ. എൻ്റെ യേശുവെ, കുടുംബങ്ങളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യട്ടെ. ഇപ്പോൾ തന്നെ പരിഹരിക്കപ്പെടാത്ത ആവശ്യങ്ങൾ പർവ്വതീകരിച്ച് മുമ്പിൽ കാണിച്ചിട്ട് അവരെ വിഴുങ്ങുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന വിഷയങ്ങളെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ റിലേഷൻഷിപ്പ് വ്യാപരിക്കട്ടെ, ബന്ധം വ്യാപരിക്കട്ടെ. കരമടിച്ച് തന്നെ ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. കരമടിച്ച് തന്നെ കർത്താവിനെ സ്തോത്രം ചെയ്തു. ഇത്രയും ജനം ഒരുമിച്ച് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് അറിയുന്നു, പലരും ഈ ബന്ധത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അന്വേഷിച്ച് പോയത് പലതും നിങ്ങളെ അന്വേഷിച്ച് വരാൻ പോകുന്നു. അടുത്തിരിക്കുന്ന നാളെ ഒന്ന് സമാധാനപ്പെടുത്തി പറഞ്ഞ്, നിങ്ങൾ അന്വേഷിച്ച് പോയത് നിങ്ങളെ അന്വേഷിച്ച് വരാൻ പോകുന്നു. ഒരു സാമ്പത്തിക വിടുതലാണ് നിങ്ങൾ അന്വേഷിച്ച് പോയതെങ്കിൽ, സാമ്പത്തിക വിടുതൽ നിങ്ങളെ അന്വേഷിച്ച് വരാൻ പോകുന്നു. ഹല്ലേലൂയ. എൻ്റെ വസ്തുവിൻ്റെ വ്യവഹാരം ഒന്ന് നടക്കണമേ എന്ന് യാചിച്ച വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ യാചിച്ച വിഷയം നിങ്ങളുടെ പുറകെ വരാൻ പോകുന്നു. വസ്തു വയ്ക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് നിങ്ങളുടെ മുമ്പിൽ ആൾക്കാർ ക്യൂ നിൽക്കാൻ പോകുന്നു. കാര്യം എന്നാണെന്നറിയോ? നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾ പുറത്തു നിന്ന് മുട്ടുന്നവരല്ല. ഹല്ലേലൂയ. കതകിന് പുറത്തുള്ളവരല്ല. കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വീടിനകത്താണ്.
നിങ്ങൾ കുടുംബത്തിൽ പിറന്നവരാണ്, നിങ്ങൾ മക്കളാണ്. ഓ മക്കളായ നിങ്ങൾ അവകാശികളാണ്. Come on people of God. ഓ യേശുവിന്റെ നാമത്തിൽ എൻ്റെ കർത്താവേ ആ റിലേഷൻഷിപ്പ് പലരുമായിട്ട് കർത്താവ് സ്ഥാപിക്കുക. ഹല്ലേലൂയ. കർത്താവ് പറയുക, നീ അന്വേഷിച്ച് പോകണ്ട, നിന്നെ അന്വേഷിച്ച് വരും. അതൊന്ന് വായി കൊണ്ടൊന്ന് വിശ്വാസത്താലൊന്ന് പറഞ്ഞ്, ഞാൻ അന്വേഷിച്ച് പോവുകയില്ല, എന്നെ അന്വേഷിച്ച് വരും. എനിക്കിന്ന് വരേണ്ടിയത് എനിക്കിന്ന് വരും, എനിക്ക് നാളെ വരേണ്ടിയത് നാളെ എനിക്ക് വരും. ഹല്ലേലൂയ. എൻ്റെ മിടുക്കല്ല, എൻ്റെ അപ്പൻ്റെ മിടുക്ക. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി വിചാരപ്പെടാൻ ഒരപ്പനുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി വിചാരപ്പെടാൻ ഒരു പിതാവുണ്ടെങ്കിൽ, എത്ര പേര് അത് സ്വീകരിക്കും? എനിക്ക് വേണ്ടി വിചാരപ്പെടാൻ ഒരു പിതാവുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി വിചാരപ്പെടാൻ ഒരു പിതാവുണ്ടെങ്കിൽ. താങ്ക് യു ജീസസ്. എന്നാ പറ്റി? ഓ ഇത് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, എനിക്കത് കർത്താവ് വെളിപ്പെടുത്തിയായിരുന്നു. അതാ ഞാൻ ആദ്യമേ പറഞ്ഞേ. എത്ര വർഷമായി ഇത് ആരംഭിച്ചിട്ട്? 2 വർഷം. എങ്ങനെയാ ഇത് വന്നേ? ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. ഡോക്ടറെ കൊണ്ട കാണിച്ചപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ പറയുന്നു. ആർത്രൈറ്റിസിൻ്റെ ആണെന്ന് പറഞ്ഞു. ഓ റുമൈറ്റഡ് ആർത്രൈറ്റിസ് ആയിരിക്കും അല്ലേ? പക്ഷെ കർത്താവിൻ്റെ ശക്തി ഇന്നിവിടെ വരും. ജീസസ്. എന്താ പ്രശ്നം എന്നിട്ട് ഇപ്പോൾ ഈ കൈക്ക് ഈ തേയ്മാനം സംഭവിച്ചു? താഴോട്ടാ. സ്പർശനമുണ്ടോ ഇവിടെ? സ്പർശനമുണ്ട്. ഇത് ഭാരം എടുക്കാൻ പറ്റില്ലാത്ത, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ അമ്മ ഈ ഒരു പരിജ്ഞാനത്തിലേക്ക് അങ്ങ് നിറഞ്ഞു. എൻ്റെ രോഗം യേശുവിൻ്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. ഉറപ്പല്ലേ? പിതാവേ, ഈ അമ്മ വിശ്വസിക്കുന്ന ഈ മകളുടെ മേൽ അതിപ്പോൾ വ്യാപരിച്ചു തുടങ്ങട്ടെ. ഉയരാൻ പറ്റില്ലാത്ത ഈ കൈ ഉയരണം. ഓ ശക്തി അടിക്കുന്നു, കർത്താവിന്റെ മഹത്വം അടിക്കുന്നു. സൗഖ്യമാവും. അടിപ്പിണരാലുള്ള അത്ഭുത സൗഖ്യം അമ്മയുടെ മേലെ അടിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഉറപ്പായി ഇപ്പോൾ ആ കൈ പൊങ്ങും. എൻ്റെ കൂടെ അത് വിശ്വസിക്കുന്നവർ കരം അടിച്ചു. ഇപ്പൊ തന്നെ ആ ചെവിയുടെ താഴെ മുതൽ ഇങ്ങനെ കർത്താവിൻ്റെ ശക്തി അടിച്ചുകൊണ്ടിരിക്കുക. മരവിപ്പ് ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുക. വിരൽ തുമ്പുകളിലൂടെ ആ മരവിപ്പ് അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. കർത്താവിൻ്റെ റിയൽ പീസ്, യഥാർത്ഥ സമാധാനം ഈ മകളുടെ മേലെ യേശു പകരും. കർത്താവ് അത് ചെയ്തു കഴിഞ്ഞതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എഴുന്നേൽപ്പിച്ചു. എന്നെ പറ്റി അമ്മ മറിഞ്ഞു പോയേ? എന്നെ പറ്റി മറിഞ്ഞു പോയേ? മറിഞ്ഞുപോയി. അങ്ങ് തള്ളിയിട്ടതാണോ? തള്ളിയിടാൻ തൊട്ടില്ലല്ലോ. തന്നെ എനിക്ക് അങ്ങ് വീഴണമെന്ന് തോന്നിയ പോലെ, മറിഞ്ഞ് തല കറങ്ങുന്ന പോലെ അങ്ങ് തോന്നിയിട്ട് അങ്ങ് വീണതാണ്. തള്ളിയതൊന്നുമല്ല. ഇല്ല, തള്ളിയതല്ല. ഇല്ല തൊട്ടില്ല. ആ അപ്പം സാധനം പോയിട്ടുണ്ടോ വീഴ്ചയില്? നോക്കും, പൊക്കാൻ പറ്റത്തില്ല. പൊങ്ങട്ടെ മാമേ, വിശ്വാസത്താൽ അങ്ങ് പൊക്കി. വാവ്. ഞാൻ വിടട്ടെ വിട്ടാൽ ഇങ്ങനെ തന്നെ ഇരിക്കണം. താങ്ക് യു ജീസസ്. തിരിച്ചേ കറക്കേ, ചെയ്യാൻ പറ്റാത്ത എല്ലാം ചെയ്തേ. എന്തെല്ലാം ജീസസ്. പൂർണ്ണ സൗഖ്യമായി ജീസസ്. ഇപ്പൊ എടുത്തേ. ഓ പ്രൈസ് ഗോഡ്. പൊക്കിക്കേ. എത്ര നാളായി ഇങ്ങനെ പൊക്കിയിട്ട്? എത്ര നാളായി? 2 വർഷമായി കൈ ഇതുപോലെ പൊക്കിയിട്ട്. ഓ പൊക്കിക്കേ. താങ്ക് യു ജീസസ്. സന്തോഷമായി. പോകോ. എന്താ കുഞ്ഞ് നിനക്ക് പറ്റിയേ?
മൈഗ്രെയിൻ ആണ് മോനെ, സൈനസിന്റെ ഓടിപ്പോ. യേശു നിന്നെ സൗഖ്യമാക്കുന്നു. സ്റ്റാൻഡ് ചെയ്യുക. എന്നെ സൂക്ഷിച്ച് നോക്കണം. പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ സൈനസിനോട് ഞാൻ കൽപ്പിക്കുന്നു, മൈഗ്രെയിനോട് ഞാൻ കൽപ്പിക്കുന്നു, മതി, ഇവിടെ ഇനി കിട്ടത്തില്ല, ഇവിടെ ഇനി കിട്ടത്തില്ല. യു ഹാവ് ടു ലീവ്. ഈ ശരീരം വിട്ട് നീ ഇറങ്ങിപ്പോയേ പറ്റൂ. എൻ്റെ പേരിലല്ല, യേശുവിൻ്റെ നാമത്തിലാണ്. അഴിയുന്നു മോളെ, അഴിയുന്നു. കേവലം ഒരു സൈനസൈറ്റിസിന്റെ പ്രയാസമല്ല നിനക്ക്. ഇത് വന്നു കഴിഞ്ഞാൽ നീ ഒരു മുഴുപ്രാന്തിയെ പോലെയാകും. നിനക്ക് വെയിൽ കൊള്ളത്തില്ല, ശബ്ദം കേൾക്കത്തില്ല, ആകെ ഇറിറ്റേഷനാണ്. ഒരു പേപ്പറിലുള്ളത് വായിക്കാൻ കഴിയുകയില്ല. വായിക്കുന്ന ഉടനെ അസാധാരണ അസ്വസ്ഥത നിനക്കുണ്ടാകും. പക്ഷെ ഇനി നിന്നെ അത് അലട്ടുകയില്ല. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. പൂർണ്ണ സൗഖ്യം ഈ മകളുടെ മേൽ ഇപ്പോൾ തന്നെ അടിക്കട്ടെ. ടച്ച് ഓഫ് ജീസസ്. കണ്ണടച്ചോ. ടച്ച് ഓഫ് ജീസസ്. നിങ്ങളെല്ലാവരും കണ്ടോണേ. ആ സ്പിരിറ്റ് ഈ മകളെ വിട്ടു പോവാണേ. യു ഹാവ് ടു ലീവ്, ഹാവ് ടു ലീവ്. വിട്ടുപോയേ പറ്റൂ. വിട്ടുപോയ ദേ പോണു, ദേ പോണു, ദേ പോണു, ദേ പോണു. Get out. Get out, I say in Jesus' name. Get out, I say in Jesus' name. Oof. 17-ാമത്തെ വയസ്സ് മുതൽ ഇവളെ പിന്തുടരുവായത്. ഇന്ന് അതിന്റെ അടിവേര് സഹിതം കർത്താവ് പറിച്ചു കളയുക. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. From the age of 70, 17-ാമത്തെ വയസ്സ് മുതൽ ഇവളെ ഇത് ആക്രമിക്കുക. ഇത് കേവലം ഒരു സൈനസൈറ്റിസിന്റെ പ്രയാസമല്ല. ഈ പ്രയാസം വന്ന് ഇങ്ങനെ തല കുനിക്കത്തില്ല. ഈ ഭാഗത്തെല്ലാം വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ അസ്വസ്ഥത ഉണ്ടാവും. ജീസസ്. പക്ഷെ യേശു പൂർണ്ണമായിട്ട് നമ്മളെ സൗഖ്യമാക്കിയിരിക്കുന്നു. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. മോളെ എഴുന്നേറ്റ് വന്നേ, എഴുന്നേറ്റ് വന്നേ. എന്താ നിന്റെ പേര്? ജിൻസി. ജിൻസി, ശരിയാണോ ഞാൻ ഈ പറയുന്നത്? ജിൻസിക്ക് ഇങ്ങനെ കുനിയുമ്പം ഈ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ അസ്വസ്ഥതയാണോ? അതെ അതെ അതെ. 17-ാമത്തെ വയസ്സ് മുതൽ നിന്നെ ഇത് ആക്രമിക്കുകയാണോ? ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണോ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വരുന്നേ? ജീസസ്. ജിൻസി, ഈ വിഷയം ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും ജിൻസി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ജിൻസി, യേശു ഇവിടെ നിന്നപ്പോൾ തന്നെ കർത്താവ് 17-ാമത്തെ വയസ്സ് മുതലുള്ള അടിവേരുകളെ ഞാൻ പറിക്കുകയാണ്. നിന്റെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ പോലും സൈനസൈറ്റിസ് നിനക്കുണ്ടാകുകയില്ല. Go your way, enjoy your life. This is Jesus. കരമടിച്ച യേശുവിന് മഹത്വം കൊടുത്തേ.